നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒരു വിപ്ലവം തന്നെയാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഓലപ്പുരയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും വലിയ കൊട്ടാരങ്ങളിലാണ്. ഒരു കാലത്ത് വിദേശ രാജ്യത്തുള്ള പ്രവാസ ലോകത്തുള്ള മക്കളുടെ ഫോൺ വിളി കേൾക്കാൻ 5ഉം 10ഉം വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിനെ ആശ്രയിച്ചിരുന്നതിൽ നിന്നു മാറി സ്വന്തം വീട്ടിലെ തലണയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വല്യുമ്മാക്ക് പോലും തൻ്റെ വിദേശത്തുള്ള പ്രവാസിയായ പേരക്കുട്ടിയെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിന്റെ ലോകം. ഒരു ഭാഗത്ത് ലോകം വലിയ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗുണം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാതായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ശ്രേഷ്ഠതയൊന്നും മനുഷ്യന്റെ ധാർമ്മിക രംഗത്തെ നന്മയിലേക്ക് എത്തിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി കഥകളും സങ്കടങ്ങളുമാണ് ഇന്ന് പല കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളില്ല. എൻ്റെ പണം, എൻ്റെ കുടുംബം, എൻ്റേതായ സൗകര്യങ്ങൾ എന്നൊരു കുടുസായ മനസ്സിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എവിടെയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് സ്വാർത്ഥത എന്ന വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും വിശ്വാസ രംഗത്തു പോലും വലിയ തകർച്ചയാണ് ഇന്ന് പല കുടുംബങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ 18 കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് മാത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വേർപെടുത്തപ്പെട്ട കുടുംബങ്ങളുടെ അളവുകൾ 15,000-ന്റെ മേലെയാണ്. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് രോഗങ്ങളും മറുഭാഗത്ത് വിശ്വാസ തകർച്ചയും കുടുംബ തകർച്ചയും നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിച്ചു. നവലിബറലുകൾ ആവശ്യപ്പെട്ടതും പ്രയോഗിച്ചതും മതമാണ് കുറ്റക്കാരൻ. എന്തിനു മതവിശ്വാസിയായി മാറണം? ഒരു മതത്തെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് പകരം മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ പോരെ? അതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് ഇഷ്ടം? ഏതിഷ്ടപ്പെടുന്ന പറവകളെപ്പോലെയും മേൽക്കയറി ജീവിക്കുന്ന ലൈംഗികതയുടെ അരാജകത്വത്തിന്റെ വ്യത്യസ്തമായ വഴികളിലേക്ക് തലമുറകളെ കൂട്ടിക്കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ താറുമാറാകാനുള്ള കാരണം, എന്തുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോകാനുള്ള കാരണം, എന്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് മൂല്യച്യുതികളും ജീവിതത്തിന്റെ കുടുംബരംഗത്ത് അധാർമികതകളും വ്യാപിക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരൊറ്റ കാരണം: ഈ ലോകത്തൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്ത നാളെ റബ്ബിന്റെ അരികിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ ജീവിതമെന്നും ഈ ജീവിതത്തിൽ നൽകപ്പെട്ട സർവ്വതിനെ കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന മരണമെന്ന ചിന്ത, മരണമെന്ന ബോധം ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ചിന്ത എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എൻ്റെ സൃഷ്ടിച്ച റബ്ബിന്റെ മുൻപിലാണെന്ന ബോധം. നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാണ്. ആ വാഹനത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയവരുണ്ട്, നിന്നു യാത്ര ചെയ്യുന്നവരുണ്ട്, വളരെ പ്രയാസപ്പെട്ട് കമ്പി പിടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്, ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ വാഹനത്തിൻ്റെ ഇടക്കപ്പോ എവിടെയൊക്കെയോ സ്റ്റോപ്പുകളിൽ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങിയേ മതിയാകൂ എന്ന ചിന്ത, അവരെ പറ്റിയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും ഈ ദുനിയാവിനെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. വതദറൂനൽ ആഖിറ, നൽകപ്പെട്ട എന്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന നാളത്തെ ലോകത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ, എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളിൽ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ, എൻ്റെ ഓരോ സമ്പത്തുകളിൽ
എനിക്ക് അല്ലാഹു തന്ന ആയുസിന്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും എന്റെ റബ്ബ് ചോദിക്കുമെന്ന ചിന്ത മനുഷ്യന് നഷ്ടപ്പെടുകയും ഈ ദുനിയാവിന് വേണ്ടി വലിയ സ്ഥാനം കൊടുത്ത് ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മത്സരിച്ചോടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്നൊരു വലിയ സത്യം, മരണമെന്ന യാഥാർത്ഥ്യം. ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ, 10ഓളം ഫെറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ 30 വയസ്സിൻ്റെ അരികിലെത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപെട്ടു. വേദനയും സങ്കടവുമായി ജീവിച്ച ആശുപത്രിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം 7 മാസത്തെ കാലാവധിയായിരുന്നു. 7 മാസത്തെ കാലാവധിയായിരുന്നു അലി ബനാത്തിന്റെ ആയുസിന് അന്ന് ഡോക്ടർമാരിട്ട വില. തിരിച്ചാശുപത്രി കിടക്കയിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലി ബനാത്ത് പിന്നീട് അങ്ങോട്ട് 10 മാസം തൻ്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെ ദൈവത്തിൻ്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഘാനയെ പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരുമൊപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലി ബനാത്ത്, ഈ സൂക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പുഞ്ചിരിയോടെ അലി ബനാത്തിന്റെ തിരിച്ചുള്ള മറുപടി, എൻ്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു. ഫെറാരി കാറുകളിൽ 200 കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് എനിക്കൊരുമ്മ തന്ന് തിരിച്ചു പോകുന്ന ഘാനയിലെ ആഫ്രിക്കയിലെ തെരുവ് മക്കളുടെ മുഖത്തുള്ള പുഞ്ചിരി, ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്കെൻ്റെ ഫെറാരി കാറുകൾ സമ്മാനിച്ചിട്ടില്ല. എൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. എനിക്കെൻ്റെ റബ്ബെന്നോട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു എൻ്റെ അസുഖം. എനിക്ക് മാറാൻ, എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ, നാളെ എൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ. വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു? മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത്? ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത്? അലി ബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. മറിച്ച് എന്നെ സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവെന്നോട് പറയുന്നുണ്ട്, ഇന്നക മയ്യത്തുൻ, നീ മരിക്കും. ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും, ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും, ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ ഏതൊക്കെ സോപാനത്തിൽ നീ ജീവിച്ച് ആ സോപാന ലോകത്ത് നീ ആസ്വദിച്ചാലും, എത്ര കൊട്ടാരങ്ങൾ നീ കെട്ടിപ്പടുത്താലും, ഇന്നക മയ്യത്തുൻ, നീ മരിക്കും, നീ മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് ആവർത്തിച്ച് എൻ്റെ റബ്ബ് പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത കോട്ടും ധരിച്ച് കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പും വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു, താങ്കൾക്കിനി 7 മാസത്തെ ആയുസ്സേയുള്ളൂ എന്ന്, മരണം തൊണ്ടക്കരികിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന്. എൻ്റെ റബ്ബെന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസിയുവിന്റെ ഉള്ളിൽ ആയത്തുൽ കുർസിയും ആമനർ റസൂലും ഓതി നാഥന്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ. മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ, എൻ്റെ മക്കൾ യത്തീമക്കളാകുന്നതോ, എൻ്റെ ഭാര്യ വിധവയാകുന്നതോ, എൻ്റെ പണി തീരാത്ത വീട് എൻ്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും. അതാണ് റബ്ബ് പഠിപ്പിച്ചതും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ.